പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഈ പ്രഭാതത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം അച്ഛൻ ആശംസിക്കുകയാണ്. എല്ലാവർക്കും കൃപ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും എങ്ങനെ നിശബ്ദമായി ജീവിതത്തെ കാണാൻ സാധിക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പൊട്ടിത്തെറിക്കും, ദേഷ്യമൊക്കെ വരും, സ്വാഭാവികമാണെങ്കിലും നമ്മൾ എങ്ങനെയാണ് എല്ലാ സമയത്തും നിശബ്ദനായി ഇരിക്കാൻ സാധിക്കുക? നിശബ്ദ ശക്തിയാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? പ്രിയമുള്ളവരെ, ഒന്നുകൊണ്ട് എക്സാമ്പിളേഷൻ പറയാം. ദൈവമായ കർത്താവ് പ്രാർത്ഥനയുടെ സമയത്ത് തീർച്ചയായിട്ടും മലമുകളിൽ തമ്പുരാൻ നിശബ്ദനായി. അതിനപ്പുറമായിട്ടും പീലാത്തോസിൻ്റെ അരമനയിലോ അല്ലെങ്കിൽ ഫരിസേയ പ്രമുഖർ, നിയമജ്ഞർ, പുരോഹിത പ്രമാണികളൊക്കെ ചോദ്യം ചെയ്തില്ലേ? അപ്പോൾ യേശു എന്ത് ചെയ്തു? നിശബ്ദനായി. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ എതിർക്കാനും അസ്വസ്ഥപ്പെടാനൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ യേശുവിനെ ഓർക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈശോ നിശബ്ദനായി ശാന്തനായെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുപോലെ മറ്റേ എക്സാമ്പിളാണ് ജോബ്. പലരും ജോബിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തി, ദൈവത്തിലേക്ക് തന്നിട്ടും നീ എന്തേ ദൈവത്തെ തള്ളി പറയാത്തത്? അല്ലെങ്കിൽ ജോബിനെ അവർ കുറ്റപ്പെടുത്തി. അവിടെയൊക്കെ ജോബ് നിശബ്ദനായി. നീതിമാനായ ജോബ് ശാന്തമായി. പ്രിയമുള്ളവരെ, കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും വേദനയുടെയൊക്കെ നിമിഷങ്ങളിൽ നമുക്കും ജോബിനെ പോലെ നിശബ്ദനാകാൻ സാധിക്കും. മോശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ? മോശ പ്രാർത്ഥനയുടെ നിമിഷം മലയുടെ മുകളിൽ വെച്ച് ദൈവമായിട്ട് ഒന്നായി ചേർന്നപ്പോൾ നിശബ്ദനാകുന്നുണ്ട്. വീണ്ടും ഓർക്കുക, ഭയങ്കര മുൻചുണ്ടിക്കാരനായിരുന്നു, ദേഷ്യക്കാരനായിരുന്നു. എന്നാൽ ആ മോശയെക്കുറിച്ചാണ് തമ്പുരാൻ പറയുന്നത് സൗമ്യനായ വ്യക്തിയെന്ന്. ഇപ്പോൾ പ്രിയമുള്ളവർ, ദേഷ്യവും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാകുമ്പോഴും ജനങ്ങൾ പ്രതികരിക്കുമ്പോഴും ജനങ്ങൾ നമ്മളോട് മറുതലിക്കുമ്പോഴും നമുക്ക് നിശബ്ദനാകാൻ സാധിക്കും. ഒരു ഉദാഹരണം കൂടി, ദാവീദ് രാജാവ് ഒത്തിരി ഇൻസൾട്ട് കിട്ടി, ഒത്തിരി ഇങ്ങനെ പഴിചാരി കുറ്റപ്പെടുത്തി. ആ സമയത്ത് എന്ത് ചെയ്തു? ദാവീദ് രാജാവ് ആ സാഹചര്യത്തിലെല്ലാം നിശബ്ദനായി. ചില ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം വിശുദ്ധരായ വ്യക്തികൾ എങ്ങനെയാണ് നിശബ്ദനായെന്ന നമുക്ക് സാധിക്കും. നിശബ്ദത ഒരു ശക്തിയാണ്. തീർച്ചയായിട്ടും ആ ശക്തി നമ്മുടെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ചൈതന്യത്തോടുകൂടി ഇതിനെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും. ഒപ്പം തന്നെ ഈ നിശബ്ദത ഞാൻ ആഗ്രഹിക്കണം. പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ എനിക്ക് പ്രതികരിക്കാനൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അപ്പോഴും നമുക്ക് നിശബ്ദത കൈവെടിയാതെ നിശബ്ദ ശക്തിയായി സ്വീകരിക്കാൻ സാധിക്കണം. ഓർക്കുക, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികളും ബാക്കി എല്ലാ മക്കളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരി പലതരത്തിലും പ്രതികൂല സാഹചര്യമായി കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ദൈവത്തെ മുറുകെ പിടിച്ച് നിശബ്ദനാകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ദിവസം ആശംസിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിശബ്ദ ശക്തിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് നിശബ്ദയിൽ ആഴപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അച്ഛന് ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രൈസ് ദി ലോർഡ്.